അല്ലെങ്കിൽ ഈ പ്രേമത്തിന്റെ കാര്യം നീ പരീക്കുട്ടിക്ക് ചോദിച്ചില്ല. കള്ളനെ കൈയോടെ പിടിച്ച സ്ഥിതിക്ക് തപ്പിയെടുത്തോണ്ട് വരാം. കോൺസ്റ്റബിൾ, അവനെ വിളിച്ചേ. അങ്ങനെ അമ്മയുടെ പാല് കുടിക്കാത്ത നമ്മുടെ ജോർജേട്ടന് പാലും പഴവും കൂടെ 2 അടിയും കൂടെ നമ്മുടെ കണ്ണൂരുള്ള പിള്ളേർ കൊടുത്തിട്ടുണ്ട്. അബ്ദുറസാഖേ, എന്തായി കാര്യങ്ങള്? അവനെ പഞ്ഞിക്കിട്ട്. അങ്ങനെ അമ്മയുടെ പാല് കുടിക്കാത്ത നമ്മുടെ ജോർജേട്ടന് പാലും പഴവും കൂടെ 2 അടിയും കൂടെ നമ്മുടെ കണ്ണൂരുള്ള പിള്ളേർ കൊടുത്തിട്ടുണ്ട്. ക്ഷമയുടെയും സഹനത്തിന്റെയും മാർഗം അവസാന നിമിഷം വരെ കൈവടിയാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. പക്ഷെ നിന്നെ പോലുള്ള ലോക പൊലയാടിമോമാരെ ഉദ്ദേശിച്ചാണ് പണ്ട് അങ്ങേര് പറഞ്ഞത്, വാളെടുത്തവൻ വാളാൻ. ജോർജേട്ട കേൾക്കുന്നുണ്ടോ? എന്റെ പേര് ഷെല്ലി എന്നാണേ. അപ്പൊ അതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഏത് കരണത്താ കിട്ടിയത്? അതിർത്തി മാറി കയറിയ ഒരു ശത്രുവിനെ കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ അടിച്ചു പഠിച്ചോ. അത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു. എവിടെ കൊണ്ടുവരണം? അല്ല, നമ്മളിപ്പം മുലപ്പാൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുണ്ട്. അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ട് തരണ്ടേ? അവര് തന്നെ തല്ലിയോ? അത് പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും കിട്ടണ്ടേ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പോ. അറിയാതെ പറ്റിപ്പോയ അബദ്ധമാണ്, ക്ഷമിക്കും. ഞാൻ അത് പറഞ്ഞിരിക്കും. കടി കിട്ടി ഞാൻ ഹോസ്പിറ്റലിൽ പോകണം, ഇല്ലെങ്കിൽ പോയി ആ കഥാവിനെ കണ്ടിട്ട് സംസാരിക്കണം. പൊട്ടലെ ചെട്ടിയെ ദൈവം ചതിക്കും. വണ്ടി വിളിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അല്ല, ഇപ്പം ആവശ്യമുള്ളവർക്ക് നമ്മൾ ആവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ. കാരണം ഇത്രയും വലിയൊരു ദുരിതം സംഭവിച്ചിരിക്കുമ്പം കയ്യും തലയും പുറത്തിടാൻ പാടില്ലെന്നല്ലേ? കാല് പുറത്തിട്ട കുഴപ്പം. താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമാണെങ്കിൽ നമ്മളത് കൊണ്ടുതരും. ഹലോ, ഞാൻ എന്ത് വേണമെങ്കിൽ നിങ്ങൾ പറയാം. നിങ്ങൾക്ക് എന്ത് വേണം ക്ഷമമാണെങ്കിൽ എങ്ങനെ ലൈവിൽ വന്നിട്ട് എന്ത് വേണം പറയാം. എനിക്കൊന്നും പറ്റില്ല. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച ഒരാളല്ല. ഞാൻ അവർക്ക് എന്റെ സമയം നോട്ട് ഈ ഗ്രാമത്തിൽ ഇത്രയധികം ആൾക്കാരാ, ഇവന്മാർക്ക് ഉറക്കമില്ലേ? ഇങ്ങനെയാണ് പോസ്റ്റാന്ന് പോലും ഞാൻ കണ്ടിട്ടില്ല. ഇന്നാണ് മനസ്സിലായത് ഇന്ന ആളാണ് ഈ പോസ്റ്റ്. ഈ നിയമം കയ്യിലെടുക്കാനൊന്നും ആർക്കും ഒരു അധികാരം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ചില കാര്യങ്ങൾ കാണുമ്പോണ്ടല്ലോ, നിയമമല്ല, അവനെ കരണക്കുറ്റി കൊടുക്കാനാ തോന്നുക. കാലുമിനേറ്റ് പറ. എതിർവശത്ത് കളിയറിയാവുന്ന ആമ്പിള്ളാരുള്ളത് അറിഞ്ഞില്ലായിരുന്നു സർജി എന്ന്. മേലാൽ ഇത് ആവർത്തിക്കരുത്. മേലാൽ അപകീർത്തിക്കില്ല. അപകീർത്തിക്കരുതല്ല, ആവർത്തിക്കരുത്. ആ സാധനം ഇത്ര. അപ്പൊ ശരി മക്കളെ, ഗോഡ് ബ്ലെസ് യു, ഓൾ ദി ബെസ്റ്റ്. അപ്പോ ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നമുക്ക് കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാൻ ശ്രമിക്കുക. തുടർന്ന് ബെല്ലേക്ക് കൂടി വിളിച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിക്കുക. ഞാൻ പോകുന്നു. ബൈ.